ജനങ്ങൾ പറഞ്ഞു പുലി കടിക്കുന്നുണ്ട് ഞങ്ങളെ കുട്ടികളെ, ആന ആക്രമിക്കുന്നുണ്ട്, പുലി ആക്രമിക്കുന്നുണ്ട്, പുലി പിടിച്ചു കൊണ്ടുപോകണു, കടുവ ആക്രമിക്കുന്നു, ആന ആക്രമിക്കുന്നു, കാട്ടുപന്നി ആക്രമിക്കുന്നു. ഇതൊക്കെ പറഞ്ഞില്ലേ ജനങ്ങൾ, നിലമ്പൂരത്തെ വോട്ടർമാർ? അത് LDFന്റെ കേരളത്തിലെ മുഖ്യമന്ത്രി കേട്ടോ? ഈ പറഞ്ഞ വകുപ്പ് മന്ത്രി കേട്ടോ? ഇല്ല. വെടിവെച്ച് കൊല്ലാൻ പറഞ്ഞ കേട്ടില്ല. അപ്പം ഇതൊക്കെ തോറ്റത് എങ്ങനെ തോൽക്കാക്കുക? വള്ളത്തിൻ്റെ വില്ല് കൂട്ടി, സ്ഥലത്തിൻ്റെ നീതി കൂട്ടി, കറണ്ട് ബില്ല് കൂട്ടി, പാകപ്പെട്ടവർക്ക് ജോലിയില്ല, തൗലിയില്ല. അപ്പോൾ ഇനി LDFന്റെ മന്ത്രി തലയിൽ മുണ്ടിട്ടുകൊണ്ട് നടന്നോളി, തലയിൽ മുണ്ട് വാങ്ങിയിട്ടാളി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിനോട്. അതൊരു തോറ്റ സ്ഥാനാർത്ഥി തലയിൽ മുണ്ടിട്ടാർന്നാളി, വെറുതെ നാണം കെട്ട് നടങ്ങണ്ട. അതുകൊണ്ട് പറയുകയാണ്. ഓക്കെ, ഇവിടെ വാപ്പുട്ടിയാക്ക് ജയിക്കുമെന്ന് എല്ലാവരും ഉറപ്പ് കുട്ടിയല്ലേ, ജയിക്കുമെന്ന് പറഞ്ഞേച്ചല്ലേ. ജനങ്ങൾക്ക് മനസ്സിലായി ഇനി നിങ്ങളെ ജയിപ്പിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇനി രണ്ടാമതും മൂന്നാമതും വേണ്ട. ഇപ്പം കേരള ജനങ്ങൾക്ക് മാറ്റമാണ്. തൗലുണ്ടോ? ജോലിയില്ല, കഷ്ടപ്പെടുകയാണ്, ഒന്നുമില്ല, പട്ടിണിയാകുകയാണ്. കേരളത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല, പെൻഷൻ കൂട്ടുന്നില്ല, പെൻഷൻ ഉതിർത്തുന്നില്ലല്ലോ. പെൻഷൻ ഉതിർത്തുണ്ടോ? ഇല്ല, പെൻഷൻ ഉതിർത്തുന്നില്ല. പെൻഷൻ കൊടുക്കുന്നുണ്ടോ? ഉതിർത്തുന്നില്ല, ഒന്നുമില്ല. പറഞ്ഞു വെച്ച് വാക്ക് പോവല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അതിന് തന്നെയാണ് തിരിച്ചടി ജനങ്ങൾ കൊടുത്തത്, നിലമ്പൂരത്തെ വോട്ടർമാർ. ഇത് നല്ലൊരു അടിയാണെന്ന് മുഖ്യമന്ത്രിക്ക് ചോദിച്ചു വാങ്ങിയതാണ്. ജനങ്ങൾ പറഞ്ഞു പുലി കടിക്കുന്നുണ്ട് ഞങ്ങളെ കുട്ടികളെ, ആന ആക്രമിക്കുന്നുണ്ട്, പുലി ആക്രമിക്കുന്നുണ്ട്, പുലി പിടിച്ചു കൊണ്ടുപോകണു, കടുവ ആക്രമിക്കുന്നു, ആന ആക്രമിക്കുന്നു, കാട്ടുപന്നി ആക്രമിക്കുന്നു. ഇതൊക്കെ പറഞ്ഞില്ലേ ജനങ്ങൾ, നിലമ്പൂരത്തെ വോട്ടർമാർ? അത് LDFന്റെ കേരളത്തിലെ മുഖ്യമന്ത്രി കേട്ടോ? ഈ പറഞ്ഞ വകുപ്പ് മന്ത്രി കേട്ടോ? ഇല്ല. വെടിവെച്ച് കൊല്ലാൻ പറഞ്ഞ കേട്ടില്ല. അപ്പം ഇതൊക്കെ തോറ്റത് എങ്ങനെ തോൽക്കാക്കുക? വള്ളത്തിൻ്റെ വില്ല് കൂട്ടി, സ്ഥലത്തിൻ്റെ നീതി കൂട്ടി, കറണ്ട് ബില്ല് കൂട്ടി, പാകപ്പെട്ടവർക്ക് ജോലിയില്ല, തൗലിയില്ല. അപ്പോൾ ഇനി LDFന്റെ മന്ത്രി തലയിൽ മുണ്ടിട്ടുകൊണ്ട് നടന്നോളി, തലയിൽ മുണ്ട് വാങ്ങിയിട്ടാളി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിനോട്. അതൊരു തോറ്റ സ്ഥാനാർത്ഥി തലയിൽ മുണ്ടിട്ടാർന്നാളി, വെറുതെ നാണം കെട്ട് നടങ്ങണ്ട. അതുകൊണ്ട് പറയുകയാണ്. ഓക്കെ, ഇവിടെ വാപ്പുട്ടിയാക്ക് ജയിക്കുമെന്ന് എല്ലാവരും ഉറപ്പ് കുട്ടിയല്ലേ, ജയിക്കുമെന്ന് പറഞ്ഞേച്ചല്ലേ. ജനങ്ങൾക്ക് മനസ്സിലായി ഇനി നിങ്ങളെ ജയിപ്പിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇനി രണ്ടാമതും മൂന്നാമതും വേണ്ട. ഇപ്പം കേരള ജനങ്ങൾക്ക് മാറ്റമാണ്. തൗലുണ്ടോ? ജോലിയില്ല, കഷ്ടപ്പെടുകയാണ്, ഒന്നുമില്ല, പട്ടിണിയാകുകയാണ്. കേരളത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല, പെൻഷൻ കൂട്ടുന്നില്ല, പെൻഷൻ ഉതിർത്തുന്നില്ലല്ലോ. പെൻഷൻ ഉതിർത്തുണ്ടോ? ഇല്ല, പെൻഷൻ ഉതിർത്തുന്നില്ല. പെൻഷൻ കൊടുക്കുന്നുണ്ടോ? ഉതിർത്തുന്നില്ല, ഒന്നുമില്ല. പറഞ്ഞു വെച്ച് വാക്ക് പോവല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അതിന് തന്നെയാണ് തിരിച്ചടി ജനങ്ങൾ കൊടുത്തത്, നിലമ്പൂരത്തെ വോട്ടർമാർ. ഇത് നല്ലൊരു അടിയാണെന്ന് മുഖ്യമന്ത്രിക്ക് ചോദിച്ചു വാങ്ങിയതാണ്. ജനങ്ങൾ പറഞ്ഞു പുലി കടിക്കുന്നുണ്ട് ഞങ്ങളെ കുട്ടികളെ, ആന ആക്രമിക്കുന്നുണ്ട്, പുലി ആക്രമിക്കുന്നുണ്ട്, പുലി പിടിച്ചു കൊണ്ടുപോകണു, കടുവ ആക്രമിക്കുന്നു, ആന ആക്രമിക്കുന്നു, കാട്ടുപന്നി ആക്രമിക്കുന്നു. ഇതൊക്കെ പറഞ്ഞില്ലേ ജനങ്ങൾ, നിലമ്പൂരത്തെ വോട്ടർമാർ? അത് LDFന്റെ കേരളത്തിലെ മുഖ്യമന്ത്രി കേട്ടോ? ഈ പറഞ്ഞ വകുപ്പ് മന്ത്രി കേട്ടോ? ഇല്ല. വെടിവെച്ച് കൊല്ലാൻ പറഞ്ഞ കേട്ടില്ല. അപ്പം ഇതൊക്കെ തോറ്റത് എങ്ങനെ തോൽക്കാക്കുക? വള്ളത്തിൻ്റെ വില്ല് കൂട്ടി, സ്ഥലത്തിൻ്റെ നീതി കൂട്ടി, കറണ്ട് ബില്ല് കൂട്ടി, പാകപ്പെട്ടവർക്ക് ജോലിയില്ല, തൗലിയില്ല. അപ്പോൾ ഇനി LDFന്റെ മന്ത്രി തലയിൽ മുണ്ടിട്ടുകൊണ്ട് നടന്നോളി, തലയിൽ മുണ്ട് വാങ്ങിയിട്ടാളി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിനോട്. അതൊരു തോറ്റ സ്ഥാനാർത്ഥി തലയിൽ മുണ്ടിട്ടാർന്നാളി,
വെറുതെ നാണം കെട്ട് നടങ്ങണ്ട. അതുകൊണ്ട് പറയാണ്. ഓക്കെ, ഇവിടെ വാപ്പുട്ടിയാക്ക് ജയിക്കുന്ന് എല്ലാവരും ഉറപ്പ് കുട്ടിയല്ലേ, ജയിക്കുന്ന് പറഞ്ഞേച്ചല്ലേ. ജനങ്ങൾക്ക് മനസ്സിലായി ഇനി നിങ്ങളെ ജയിപ്പിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇനി രണ്ടാമതും മൂന്നാമതും വേണ്ട. ഇപ്പൊ കേരള ജനങ്ങൾക്ക് മാറ്റമാണ്. തൗലില്ല, തൗലുണ്ടോ? ജോലിയില്ല, കഷ്ടപ്പെടുകയാണ്, ഒന്നുമില്ല, പട്ടിണിയാകുകയാണ്. കേരളത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല, പെൻഷൻ കൂട്ടുന്നില്ല, പെൻഷൻ ഉതിർത്തുന്നില്ലല്ലോ. പെൻഷൻ ഉതിർത്തുണ്ടോ? ഇല്ല, പെൻഷൻ ഉതിർത്തുന്നില്ല. പെൻഷൻ കൊടുക്കുന്നുണ്ടോ? ഉതിർത്തുന്നില്ല, ഒന്നുമില്ല. പറഞ്ഞു വെച്ച് വാക്ക് പോവല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അതിന് തന്നെയാണ് തിരിച്ചടി ജനങ്ങൾ കൊടുത്തത്, നിലമ്പൂരത്തെ വോട്ടർമാർ. ഇത് നല്ലൊരു അടിയാണെന്ന് മുഖ്യമന്ത്രിക്ക് ചോദിച്ചു വാങ്ങിയതാ. ജനങ്ങൾ പറഞ്ഞു പുലി കടിക്കുന്നുണ്ട് ഞങ്ങളെ കുട്ടികളെ, ആന ആക്രമിക്കുന്നുണ്ട്, പുലി ആക്രമിക്കുന്നുണ്ട്, പുലി പിടിച്ചു കൊണ്ടുപോകണം, കടുവ ആക്രമിക്കുന്നു, ആന ആക്രമിക്കുന്നു, കാട്ടുപന്നി ആക്രമിക്കുന്നു. ഇതൊക്കെ പറഞ്ഞില്ലേ ജനങ്ങൾ, നിലമ്പൂരത്തെ വോട്ടർമാർ? അത് LDFന്റെ കേരളത്തിലെ മുഖ്യമന്ത്രി കേട്ടോ? ഈ പറഞ്ഞ വകുപ്പ് മന്ത്രി കേട്ടോ? ഇല്ല. വെടിവെച്ച് കൊല്ലാൻ പറഞ്ഞ കേട്ടില്ല. അപ്പൊ ഇതൊക്കെ തോറ്റത് എങ്ങനെ തോൽക്കാക്കുക? വള്ളത്തിന്റെ വില്ല് കൂട്ടി, സ്ഥലത്തിന് നീതി കൂട്ടി, കറണ്ട് ബില്ല് കൂട്ടി, പാകപ്പെട്ടവർക്ക് ജോലിയില്ല, തൗലില്ല. അപ്പോൾ ഇനി LDFന്റെ മന്ത്രി തലയിൽ മുണ്ടിട്ടുകൊണ്ട് നടന്നോളി, തലയിൽ മുണ്ട് വാങ്ങിട്ടാളി കേരളത്തിന്റെ മുഖ്യമന്ത്രിനോട്. അതൊരു തോറ്റ സ്ഥാനാർത്ഥി തലയിൽ മുണ്ടിട്ടാർന്നാളി, വെറുതെ നാണം കെട്ട് നടങ്ങണ്ട. അതുകൊണ്ട് പറയാണ്. ഓക്കെ, ഇവിടെ വാപ്പുട്ടിയാക്ക് ജയിക്കുന്ന് എല്ലാവരും ഉറപ്പ് കുട്ടിയല്ലേ, ജയിക്കുന്ന് പറഞ്ഞേച്ചല്ലേ. ജനങ്ങൾക്ക് മനസ്സിലായി ഇനി നിങ്ങളെ ജയിപ്പിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇനി രണ്ടാമതും മൂന്നാമതും വേണ്ട. ഇപ്പൊ കേരള ജനങ്ങൾക്ക് മാറ്റമാണ്. തൗലില്ല, തൗലുണ്ടോ? ജോലിയില്ല, കഷ്ടപ്പെടുകയാണ്, ഒന്നുമില്ല, പട്ടിണിയാകുകയാണ്. കേരളത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല, പെൻഷൻ കൂട്ടുന്നില്ല, പെൻഷൻ ഉതിർത്തുന്നില്ലല്ലോ. പെൻഷൻ ഉതിർത്തുണ്ടോ? ഇല്ല, പെൻഷൻ ഉതിർത്തുന്നില്ല. പെൻഷൻ കൊടുക്കുന്നുണ്ടോ? ഉതിർത്തുന്നില്ല, ഒന്നുമില്ല. പറഞ്ഞു വെച്ച് വാക്ക് പോവല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അതിന് തന്നെയാണ് തിരിച്ചടി ജനങ്ങൾ കൊടുത്തത്, നിലമ്പൂരത്തെ വോട്ടർമാർ. ഇത് നല്ലൊരു അടിയാണെന്ന് മുഖ്യമന്ത്രിക്ക് ചോദിച്ചു വാങ്ങിയതാ.